ഹായ്. അപ്പോൾ ദേ നമുക്കിന്ന് ഈ ഇൻവിസിബിൾ ചെയിൻ ഒന്ന് ചെയ്തെടുത്താലോ? വെറും 20 രൂപയുടെ താഴെയാണ് കേട്ടോ ഇതിന് ചിലവ് വരുന്നുള്ളൂ. ഓണത്തിനൊക്കെ ഇടാൻ അടിപൊളിയായിട്ടുള്ളൊരു ചെയിനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു പെൻഡൻ്റ് ആണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പീസ് ഗിയർ വയറാണ്. നമ്മുടെ കഴുത്തിൻ്റെ അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഗുങ്കുരു ബീഡ്സ്. ഇത് വന്ന് ഗോൾഡൻ ബീഡ്. ഇത് ഗിയർ ലോക്ക് ബീഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ഗിയർ വയറിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് അതിങ്ങനെ വളച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഗിയർ ലോക്ക് ബീഡ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ദേ ഇതുപോലെ ഒരു ലൂപ്പായിട്ട് കിട്ടും. ഇനി നമുക്കത് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റേ എൻഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ഗിയർ ലോക്ക് ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ദേ ഇത് ഗോൾഡൻ ബീഡാണേ. ഇനി നമുക്ക് 6 ഗുങ്കുരുവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 6 ഗുങ്കുരുവാണ് എടുത്തിട്ടുള്ളത് ഒരു സെറ്റിലേക്ക്. അപ്പോൾ അതേ 6 ഗുങ്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗോൾഡൻ ബീഡും ഒരു ഗിയർ ലോക്ക് ബീഡും ഇട്ട് കൊടുക്കണം. അങ്ങനെ ആ സെറ്റ് കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത സെറ്റിന് നമുക്ക് ഒരു ഗിയർ ലോക്ക് ബീഡ് ഇടണം, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇടണം, പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ പെൻഡൻറ്റ് അതും ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ ദേ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു. ഇപ്പോൾ ആ സെറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ഇട്ടു. അത് കഴിഞ്ഞ് സെയിം അപ്പുറത്ത് ചെയ്ത മാതിരി 6 ഗുങ്കുരുവാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ദേ 6 ഗുങ്കുരു ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ദേ ഗോൾഡൻ ബീഡ് ഇട്ടു, പിന്നെ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ടു. അതവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ മാലയുടെ ഇപ്പോൾ ഉള്ളൊരു ലുക്ക്. ഇനി നമുക്ക് ആ എൻഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗിയർ ലോക്ക് ബീഡ് ഇട്ട് ആ എൻഡ് ഒന്ന് ഇതുപോലെ ലൂപ്പാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഈ ഗിയർ ലോക്ക് ബീഡ് ഇൻസേർട്ട് ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ ചെയിൻ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബീഡ്സ് ഒന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് മാലയുടെ സെൻറ്റർ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഞാൻ ഇങ്ങനെ മാലയുടെ സെൻറ്റർ ഒന്ന് ലൊക്കേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ ആ നടുക്കിൽ വരേണ്ട സെറ്റ് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ബീഡ്സൊക്കെ ഞാൻ സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ നടുക്കിൽ വരേണ്ട സെറ്റ് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ട് ആ 2 എൻഡിലുള്ള ഗിയർ ലോക്ക് ബീഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്പുറത്തെ എൻഡും നമുക്ക് ടൈറ്റായിട്ട് പ്രസ് ചെയ്തെടുക്കണേ. അപ്പോൾ അതേ സെൻറ്റർ പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 എൻഡിലും വരുന്ന ബീഡ്സ് ഒന്ന് അവിടെ ലോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാൻ എത്ര ഗ്യാപ്പ് വേണം എന്നാണ് ആദ്യം നോക്കുന്നത്. എന്നിട്ട് അവിടെ ആദ്യത്തെ ഭാഗത്തുള്ള ആ ഗിയർ ലോക്ക് ബീഡ് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ടൈറ്റായിട്ട് അപ്പുറത്തെ എൻഡിലുള്ളതും പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ ടൈറ്റായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലേ നമുക്ക് ഭംഗിയിൽ നിൽക്കുക ഗുങ്കുരൂസ്. ഇതുപോലെ അപ്പുറത്തെ സൈഡിലും ഈക്വൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതിനായിട്ട് ഞാൻ ആ ഗ്യാപ്പ് എത്ര വരുന്നുണ്ട് എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമാതിരി ഈക്വൽ ഗ്യാപ്പിൽ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ദേ ഞാൻ ആ ഗിയർ ലോക്ക് ബീഡ് അവിടെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ എൻഡിലുള്ളതും ടൈറ്റായിട്ട് തന്നെ ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മാലയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓണത്തിനൊക്കെ നമ്മൾ സ്വയം ചെയ്തെടുത്ത മാല നമുക്ക് ഇടുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുമാതിരി എല്ലാ വീഡിയോസും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളൊരു ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? താങ്ക്സ് ഫോർ വാച്ചിങ്.